റെസിപ്രോക്കൽ താരിഫ് അഥവാ പകരച്ചുങ്കം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ചൈനയിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചത് അപ്രതീക്ഷിത പ്രതികരണമെന്നാണ് റിപ്പോർട്ട്. മറ്റു രാജ്യങ്ങളെപ്പോലെ ചൈനയെയും ഒന്ന് വിരട്ടാനേ ട്രംപ് ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നും, എന്നാൽ കളി കാര്യമായി എടുത്ത ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അമേരിക്കയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്നുമാണ് അമേരിക്കൻ മാധ്യമമായ CNN പറയുന്നത്. താൻ പ്രഖ്യാപിച്ച 145% താരിഫിൽ വിട്ടുവീഴ്ച വേണമെങ്കിൽ ചൈന ഇങ്ങോട്ട് വരണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറയുന്നതെങ്കിലും പ്രശ്നപരിഹാരത്തിന് പിന്നണിയിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് സൂചനകൾ. പകരച്ചുങ്കത്തിൽ നിന്ന് സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഐറ്റങ്ങൾ എന്നിവയെ ഒഴിവാക്കി ശനിയാഴ്ച ട്രംപ് ഭരണകൂടം ഇറക്കിയ ഉത്തരവ് ഈ വ്യാപാര യുദ്ധത്തിലെ ആദ്യ വിജയം ചൈനയ്ക്ക് സമ്മാനിച്ചു എന്നതിന്റെ സൂചനകളാണെന്നാണ് വിലയിരുത്തലുകൾ. ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഉയർന്ന താരിഫ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് ട്രംപ് ഭരണകൂടം ചൈനീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN പറയുന്നത്. പ്രതികാര നടപടികൾക്ക് മുതിരരുതെന്നും ട്രംപുമായുള്ള സംഭാഷണത്തിൽ ചൈനീസ് പ്രസിഡന്റ് അനുവാദം ചോദിക്കണമെന്നും പറയാനായിരുന്നു ഇത്. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നപരിഹാരം ചർച്ചകളിലൂടെ ഉണ്ടാകുമെന്ന് ചൈനീസ് സ്റ്റേറ്റ് കൗൺസിൽ പ്രസ്താവിച്ചത്. എന്നാൽ അമേരിക്കയും ട്രംപും തീരെ പ്രതീക്ഷിക്കാത്ത നടപടിയാണ് പിന്നീട് ചൈനയിൽ നിന്നുണ്ടായത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫ് ഏറെക്കുറെ അതേ തോതിൽ ഏർപ്പെടുത്തുന്നതായി ചൈനീസ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റും പ്രഖ്യാപിച്ചു. US ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കം 34% നിന്ന് 84%ആയും പിന്നീട് 125%ആയും ഉയർത്തിയ നടപടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു. കഴിഞ്ഞ 70 വർഷങ്ങളിൽ ചൈന സ്വന്തമാക്കിയ വികസനം കഠിനാധ്വാനത്തിലൂടെയും മറ്റുള്ളവരെ ആശ്രയിക്കാതെയുമായിരുന്നുവെന്നും അടിച്ചമർത്താൻ ആരെയും അനുവദിക്കില്ല എന്നും സ്പാനിഷ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞത് ട്രംപിന് നേർക്കുള്ള മറുപടിയായിരുന്നു. ചൈനയെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ പിഴയ്ക്കാൻ തുടങ്ങിയത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നുമല്ല. കഴിഞ്ഞ 2 മാസത്തോളമായി റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തുന്നുവെന്ന ഭീഷണി നിലവിലുണ്ടായിരുന്നു. താനുമായി സംസാരിക്കാൻ ഷീ ജിൻപിങ് അഭ്യർത്ഥിക്കണമെന്ന നിർബന്ധവും അന്നു മുതലേ ട്രംപിനുണ്ട്. ഇക്കാര്യം അദ്ദേഹത്തിന്റെ സംഘം ചൈനീസ് അധികൃതരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുമാണ്. ഫെന്റാനിൽ കയറ്റുമതി സംബന്ധിച്ചുള്ള വിവാദവും ടിക്ടോക്ക് നിരോധനം നീക്കാനുള്ള ഫോർമുല മുന്നോട്ട് വെക്കലുമെല്ലാം അതിന്റെ ഭാഗവുമായിരുന്നു. എന്നാൽ പ്രസിഡന്റുമാർ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന് തങ്ങൾ മുൻകൈയെടുക്കില്ല എന്ന നിലപാട് ചൈന ആവർത്തിക്കുകയാണ് ചെയ്തത്. ട്രംപിന് വഴങ്ങി അത്തരമൊരു നീക്കത്തിന് ആദ്യ ചൂടുവെച്ചാൽ അത് ദൗർബല്യമായി കണക്കാക്കപ്പെടുമെന്നും ട്രംപ് അത് ആഘോഷിക്കുമെന്നും ചൈന കണക്കുകൂട്ടുന്നു. ചൈനയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 145% നികുതി എന്നാണ് ട്രംപ് അവസാനമായി പ്രഖ്യാപിച്ചത്. ഇത് പല മുൻനിര അമേരിക്കൻ കമ്പനികൾക്കും ചെറുകിട മധ്യവർഗ സംരംഭകർക്കും തിരിച്ചടിയാകുമെന്ന് വ്യക്തമായതോടെയാണ് പുതിയ ഇളവ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈനയെ അമിതമായി ആശ്രയിക്കുന്ന ഉൽപ്പന്നങ്ങളെ റെസിപ്രോക്കൽ താരിഫിൽ നിന്ന് ഒഴിവാക്കി ഉത്തരവിറക്കിയതിലൂടെ ചൈനയുടെ തിരിച്ചടി തന്ത്രത്തിന് ആദ്യഘട്ട വിജയം ഉണ്ടായിരിക്കുകയാണ്. സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ, ചിപ്പുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയിൽ പ്രഖ്യാപിച്ച ഇളവിലൂടെ റെസിപ്രോക്കൽ താരിഫ് വിപണിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതം കുറയ്ക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം ചെയ്യുന്നത്. വിലക്കയറ്റത്തിൽ നിന്നും തൊഴിൽ നഷ്ടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ തൽക്കാലം ഇത് സഹായിക്കുമെങ്കിലും വ്യാപാര യുദ്ധത്തിൽ ചൈനയ്ക്ക് മേൽക്കൈ നൽകുകയാണ് അമേരിക്ക സത്യത്തിൽ ചെയ്തിരിക്കുന്നത്. അടിക്ക് തിരിച്ചടി പ്രഖ്യാപിച്ച് വെറുതെ ഇരിക്കുകയല്ല, ആഗോള വിപണിയിൽ പുതിയ സമവാക്യങ്ങൾക്ക് വേണ്ടി കരുതലോടെ കരുക്കൾ നീക്കുക കൂടിയാണ് ചൈന ചെയ്യുന്നത്. ഈ ആഴ്ചയിൽ ചൈനീസ് ഉന്നത നേതൃത്വം നിരവധി രാഷ്ട്ര നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെ ഭീഷണിപ്പെടുത്തൽ നയത്തിനെതിരെ ചൈന ലോക വ്യാപാര സംഘടന അഥവാ WTOയിൽ പരാതിപ്പെട്ടിട്ടുമുണ്ട്. തങ്ങൾ കൂടി ഉൾപ്പെട്ട ബ്രിക്സ് മുന്നണിയെ അമേരിക്കൻ നയങ്ങൾക്കെതിരെ അണിനിരത്താനും അവർ ശ്രമിക്കുന്നുണ്ട്. ട്രംപിന്റെ വിദേശ നയത്തിന്റെ ആദ്യത്തെ ഇരയും അമേരിക്കയുടെ അയൽരാഷ്ട്രവുമായ മെക്സിക്കോയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും പുതിയ വ്യാപാര ഇടനാഴി തുറക്കാനുമുള്ള ചൈനയുടെ ശ്രമം ഈ ശീതയുദ്ധത്തെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുമെന്നതിന്റെ കൂടി സൂചനയാണ്. ഏതായിരുന്നാലും കാത്തിരുന്നു കാണാം.